ടീച്ചർ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇതിലൊക്കെ ഭഗവാന്റെ ദേവഹിതം അറിയുക എന്നൊരു കീഴ്വഴക്കം കൂടിയുണ്ട്. ഈ ദ്വാരപാലക ശില്പങ്ങൾ അടിച്ചു മാറ്റി, സ്വർണം അടിച്ചു മാറ്റി, കവർച്ച നടത്തി, ഇതൊക്കെ ചെയ്യുമ്പോഴും ഇതൊക്കെ ഇങ്ങനെ നിർബാധം നടക്കുന്നൊരു സാഹചര്യം വരികയാണ്. ഇതിൽ ഒരു തരത്തിൽ പോലും ഒരു രീതിയിൽ പോലും ദേവഹിതം അറിയുക എന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ അതിലേക്കൊന്നും നോക്കുക പോലും ചെയ്യില്ല. അതവിടെ നിൽക്കട്ടെ, അവിശ്വാസികളാണല്ലോ ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നത്, അതങ്ങനെ നമുക്കങ്ങ് അങ്ങനെ അങ്ങ് പറഞ്ഞു പോവാം. പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഈ ഗുരുതരമായ നിരീക്ഷണങ്ങളും ഇടപെടലുകളും കൃത്യമായ കുറ്റകൃത്യങ്ങൾ നടന്നിട്ടുണ്ട് എന്നാണ് വിജിലൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്താണ് ഈ ശബരിമലയിൽ നടക്കുന്നത്? എന്താണ് വിശ്വാസികളുടെ കാര്യത്തിൽ ഇടപെട്ടാൽ എന്താണോ നടക്കുക അത് മുഴുവൻ പൂർണ്ണമായി ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഒരുപക്ഷെ മുഴുവൻ അറിഞ്ഞിട്ടില്ല, അറിഞ്ഞത് തന്നെ നമ്മളെ ഞെട്ടിപ്പിക്കുന്ന വസ്തുതകളാണ്. നമുക്ക് മുൻപും സംശയം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഏറെക്കുറെ നമുക്ക് ഉറപ്പായിരുന്നു അവർ പണം എടുക്കുന്നുണ്ട്. അത് നമ്മൾ വിചാരിച്ചത് ഭണ്ഡാരത്തിന്റെ വരുമാനത്തിൽ നിന്നോ അല്ലെങ്കിൽ കമ്മീഷൻ ഇനത്തിൽ നിന്നോ അതും അല്ലെങ്കിൽ മറ്റു പല വിധത്തിൽ. കാരണം പറയാറുണ്ട്, അവിടെ മേൽശാന്തിമാരൊക്കെ പലപ്പോഴും പറയാറുണ്ട്, അവരൊക്കെ 100 കണക്കിന് വൗച്ചറുകൾ എഴുതി കൊടുത്താൽ ഒരു നയാ പൈസ പോലും കൊടുക്കാതെയാണ് ആ വൗച്ചറുകളൊക്കെ നിർബന്ധപൂർവ്വം ഒപ്പിട്ട് വാങ്ങുന്നത്. മേൽശാന്തി തെരഞ്ഞെടുപ്പിൽ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഇവരൊക്കെ നമ്മളുമായി ഷെയർ ചെയ്യാറുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള അഴിമതിയൊക്കെ നടക്കുന്നുണ്ട് എന്നേ നമ്മൾ വിചാരിച്ചിരുന്നു. ഭഗവാനെ മൂടോടെ പൊക്കിക്കൊണ്ടുപോകും എന്നുള്ള ഒരു ധാരണ നമുക്ക് ആർക്കും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ അതുമൂലമാണ് ഇപ്പോൾ ദ്വാരപാലക വിഗ്രഹങ്ങൾ അല്ലെങ്കിൽ വാതിലാവട്ടെ എന്തുമാകട്ടെ എല്ലാത്തിലും അവർ കോടികൾ അടിച്ചു മാറ്റാനും വിശ്വാസത്തെ തന്നെ തകർക്കാനുമുള്ള പരിശ്രമങ്ങളാണ് നടത്തിയിരിക്കുന്നത്. അപ്പൊ ഇത് തീർച്ചയായും സാധാരണക്കാരന്റെ ബോധ്യം ശരിയായിരുന്നു. വിശ്വാസികളുടെ മുതൽ സംരക്ഷിക്കാൻ ഒരിക്കലും അവിശ്വാസിക്ക് കഴിയില്ല. വിശ്വാസി കൊടുക്കുന്ന ഒരു മാനം അതിന് ഉണ്ട്, അതൊരിക്കലും അത്തരത്തിൽ കണക്കാക്കാൻ ഒരു അവിശ്വാസിയെ കൊണ്ട് സാധിക്കില്ല. അപ്പൊ അതാണ് ഇപ്പൊ നടന്നത്. ഇപ്പൊ കോടതിക്ക് മുന്നിൽ ഒരുപക്ഷെ അങ്ങോട്ട്, എനിക്ക് കോടതി നടപടികൾ ഞാൻ കേട്ടിടത്തോളം എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്, ആദ്യം ചാടി കയറി അങ്ങോട്ട് വെച്ചാൽ ഞങ്ങളിലില്ല എന്നുള്ളൊരു നിലയിൽ അച്ഛൻ പട്ടായത്തിലില്ല എന്ന് പറയുന്ന പോലുള്ള ഒരു അങ്ങോട്ടൊരു പറഞ്ഞ് ഒരു ADGPയുടെ നേതൃത്വത്തിലുള്ള ഒരു അന്വേഷണം ഒപ്പിച്ചെടുത്തൊരു മാതിരി തോന്നി. ഇത് യഥാർത്ഥത്തിൽ സത്യം പുറത്തു വരണമെങ്കിൽ കേരളത്തിന് വെളിയിലുള്ള ഒരു ഏജൻസി അന്വേഷിക്കണം. ശബരിമല നമ്മളൊക്കെ പറയുന്ന അന്താരാഷ്ട്ര പ്രാധാന്യമുള്ള തീർത്ഥാടന കേന്ദ്രമാണല്ലേ, ആഗോള അയ്യപ്പ സംഗമല്ലേ നടത്തിയത്. അപ്പൊ ഇവിടെ നടന്ന കാര്യങ്ങൾ ഇവിടെയുള്ള ഏതാനും പോലീസ് ഓഫീസേഴ്സ് അന്വേഷിച്ചാൽ, അതും ഇവിടെ സർക്കാരിന്റെ കീഴിൽ നിൽക്കുന്ന ആഭ്യന്തരമന്ത്രി കൂടിയായ പിണറായി വിജയന്റെ കീഴിൽ നിൽക്കുന്ന ഒരു പോലീസ് അന്വേഷിച്ചാൽ ഇത് സത്യം പുറത്തു വരില്ല എന്ന് തന്നെയാണ് ഞാനൊക്കെ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് കേരളത്തിന് പുറത്തുള്ളൊരു ഏജൻസി, അത് CBI അന്വേഷിക്കുന്ന ഏറ്റവും ഉത്തമം. അതിലേക്ക് തന്നെ കാര്യങ്ങൾ പോകണം. മറ്റത് കുറച്ചുകൂടി നാൾ നീട്ടിക്കൊണ്ടുപോകാം, ഇത്തരം ചർച്ചകൾ നടക്കും. അതുവരെ അവർക്കിപ്പോ നേരത്തെ മന്ത്രി വാസവന്റെ പത്രസമ്മേളനമൊക്കെ കണ്ടു. സത്യം പറഞ്ഞാൽ കരച്ചിൽ വന്നുപോയി. കാരണം വെറുമൊരു മോഷ്ടാവായോരെന്നെ കള്ളനെന്ന് വിളിച്ചില്ലേ എന്ന് പറഞ്ഞ് വിഷമത്തോടു കൂടിയായിരുന്നു വാസവന്റെ പത്രസമ്മേളനം കണ്ടത്. കാരണം എന്തും പറഞ്ഞ് ന്യായീകരിക്കാനുള്ളൊരു ശേഷി, ആ ന്യായീകരിക്കാൻ കുറച്ചുകൂടെ സമയം നീട്ടിക്കിട്ടി ഭക്തർ അത്രയും കാലം കൂടി. കാരണം ഇത് എവിടെ പോയി എന്നുള്ളതോ എന്താണ് ചെയ്തത് എന്നോ ഭക്തർ. ഞാനൊന്ന് ഇടപെട്ട് ചോദിച്ചോട്ടെ, ടീച്ചർ പറഞ്ഞ അതേ പോയിന്റ് തന്നെയാണ്, വെറുമൊരു കള്ളനെന്ന് വിളിച്ചില്ല എന്നുള്ള ചോദ്യം ഒന്ന് ചോദിച്ചോട്ടെ ടീച്ചർ. 98 മുതലുള്ള കാര്യങ്ങൾ പരിശോധിക്കാൻ സ്റ്റാൻഡിംഗ് കൗൺസിലിംഗ് മുഖാന്തരം കോടതിയിൽ അപേക്ഷ സമർപ്പിച്ചു VN വാസവൻ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ശബരിമല എന്തെങ്കിലും കാര്യം ചെയ്യുന്നതിൽ കോടതിയുടെ അനുമതിയോട് കൂടി മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയൂ. പ്രധാന വിഷയം പ്രതിപക്ഷം അതങ്ങനെ ഒരു രാഷ്ട്രീയമായി മുന്നോട്ട് പോവുകയാണ്. 2019 സ്വർണം കൊടുത്തയച്ചത്, ടീച്ചറെ അടിവരായിട്ട് പറയുകയാണെ, 2019 സ്വർണം കൊടുത്തയച്ചത്, ഉത്തരവിൽ പക്ഷെ ചെമ്പാണ്, സ്വർണം കൊടുത്തയച്ചത് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന വിദ്വാന്റെ കയ്യിലാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് വായിച്ചെടുക്കുമ്പോൾ ടീച്ചറെ ചിരി വരുന്നുണ്ട്. പക്ഷേ എന്നാലും നമ്മുടെയൊക്കെ ഒരു ഗതികേട്, ശബരിമലയിൽ നമ്മളൊക്കെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ആ ഒരു വികാരം, അയ്യപ്പൻ എന്ന ആ ഒരു വിശ്വാസം, ആ വിശ്വാസത്തിൽ കയറിയല്ലേ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവർ, ഈ ഗൂഢാലോചന മുഴുവൻ നടത്തുന്നത്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയും പറഞ്ഞു പിന്നിൽ ഗൂഢാലോചന എന്ന് സംശയിക്കേണ്ടി വരും. തീർച്ചയായും ഗൂഢാലോചനയുണ്ട്. കാരണം ഒന്ന്, സ്വത്ത് തട്ടിയെടുക്കുക എന്നുള്ളത് മാത്രമല്ല, ഏറ്റവും വലിയ ലക്ഷ്യം വിശ്വാസം നശിപ്പിക്കുക എന്നുള്ളതാണ്. വിശ്വാസികളെ അകറ്റുക. ആചാരലംഘനം പോലും നടത്തിയത് അതിനുവേണ്ടിയായിരുന്നല്ലോ. നിങ്ങളെ അയ്യപ്പനൊന്നും ഒന്നുമല്ല, നിങ്ങളുടെ വിശ്വാസമൊന്നും ഒന്നുമല്ല, ഞങ്ങൾ വിചാരിക്കുന്നതേ നടക്കുകയുള്ളൂ എന്നുള്ള ആ ഒരു ഭൗതികവാദിയുടെ കാഴ്ചപ്പാടിലാണല്ലോ ആചാരം ലംഘിക്കാൻ ശ്രമിച്ചത്. അതേ കാഴ്ചപ്പാടിൽ തന്നെ ഈ മോഷണവും കേവലം പണം തട്ടാനുള്ള ഒരു വിദ്യ മാത്രമല്ല, അതിലുപരിയായി വിശ്വാസത്തെ, ആചാരങ്ങളെയൊക്കെ ലംഘിക്കുക എന്നുള്ളത് തന്നെയാണ്. ഇപ്പൊ നേരത്തെ ഇവിടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഈ ദ്വാരപാലക വിഗ്രഹം, ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഓരോ പുൽക്കൊടിക്ക് പോലും അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. ക്ഷേത്ര കുളത്തിൽ വളരുന്ന മീനിന് പോലും
നമ്മൾ ആ ഒരു വിശുദ്ധീകരിപ്പിക്കുന്നുണ്ട്. അപ്പൊ ആ നിലയിൽ അവിടുന്ന് ഈ ക്ഷേത്രപാലകൻ മറ്റേ ദ്വാരപാലകന്റെ ഒക്കെ സ്വർണ്ണപ്പാളികളൊക്കെ അഴിച്ചെടുക്കുമ്പോൾ അത് ദേവഹിതം നോക്കണമായിരുന്നു. അത് നോക്കിയില്ല. പക്ഷെ പോട്ടെ, കോടതിയുടെ നിർദ്ദേശമുണ്ട്. കോടതിയെ അറിയിക്കാതെ ചെയ്യരുത്. അതിനെന്താണ് വഴി? കോടതിയെ അറിയിച്ചാണ് ഇവർ ചെയ്തത്. കോടതി പറഞ്ഞ മാനദണ്ഡങ്ങളോ ദേവസ്വം മാനുവലിലുള്ള മാനദണ്ഡങ്ങളോ ഏതെങ്കിലും പാലിച്ചാണോ ഇവരിവിടെ ചെയ്തത്? എങ്ങനെയാണ് സ്വർണം എന്നുള്ളത് ചെമ്പ് എന്ന രേഖാമൂലം എങ്ങനെ ഒരു ചെമ്പായി മാറി? ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഭക്തരെ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇനിയും ഇതിങ്ങനെ നീട്ടിക്കളിക്കാതെ ഇതിന് പെട്ടെന്ന് തന്നെ ഒരു യഥാർത്ഥമായി എന്താണ് വസ്തുത എന്ന് ഭക്തർക്കറിയാനും ആരാണ് കള്ളന്മാരെ എന്ന് മനസ്സിലാക്കാനും ആ കള്ളന്മാരെ മാതൃകാപരമായി ശിക്ഷിക്കാനും ഉള്ള സമയം അധികം എടുക്കരുത് എന്ന് തന്നെയാണ് ഭക്തർക്ക് പറയാനുള്ളത്. യെസ്, വളരെയധികം നന്ദി ടീച്ചർ. ഈ നിമിഷം ഞങ്ങൾക്കൊപ്പം, ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കൊപ്പം ചേർന്നതിന്